ഹായ്, എല്ലാവരും ഓക്കെ ആണല്ലോ? ഗുഡ്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം. കഴിഞ്ഞ ക്ലാസ്സിൽ ബജറ്റ് ലൈനിനെ കുറിച്ചിട്ടാണല്ലോ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇന്ന് നമുക്ക് ബജറ്റ് ലൈനിൻ്റെ ചരിവിനെക്കുറിച്ച്, സ്ലോപ്പിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. നിങ്ങൾ ബോർഡിലേക്ക് നോക്കുക. ഇവിടെ ഇൻകം ഓഫ് ദ കൺസ്യൂമർ എം ഈസ് ഈക്വൽ ടു ₹30. Price of good 1 P1 is equal to ₹10 and price of good 2 P2 is equal to ₹5. ഇതുപയോഗിച്ച് ഒരു ബജറ്റ് ലൈൻ വരയ്ക്കാനായിട്ട് പോവുകയാണ്. എക്സ് അക്ഷത്തിൽ ഗുഡ് 1ഉം വൈ അക്ഷത്തിൽ ഗുഡ് 2ഉമാണ് നാം അളക്കുന്നത്. ബജറ്റ് ലൈനിൻ്റെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കാണാൻ എന്തായിരുന്നു നാം ഉപയോഗിച്ചിരുന്ന ഫോർമുല? യെസ്, M/P1. അപ്പോൾ ഇവിടെ M/P1 ഇതാണല്ലോ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്. എം എത്രയാണ്? ₹30. P1 എത്രയാണ്? 10. എത്ര കിട്ടി? 3. എങ്കിൽ 3 ആയിരിക്കും നമ്മളുടെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്. ഒരെണ്ണത്തിന് ₹10, രണ്ടെണ്ണത്തിന് 20, 3-ന് ₹30 അവിടെ ചെലവഴിച്ച് കഴിഞ്ഞു. ഇനി ബജറ്റ് ലൈനിൻ്റെ വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എങ്ങനെയാണ് കാണുക? M/P2. ഗുഡ്. M/P2. എം എത്രയാണ്? 30. P2 5. 30/5 = 6. എങ്കിൽ ഇതാണ് നമ്മുടെ വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്. അതിന് നമുക്ക് A എന്ന് കൊടുക്കാം. ഇതിന് നമുക്ക് B എന്നും പറയാം. A, B എന്നീ പോയിന്റുകൾ നാം കൂട്ടി യോജിപ്പിച്ച് ഒരു ബജറ്റ് ലൈൻ വരയ്ക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ. എ എന്ന് പറയുന്ന പോയിന്റിൽ ₹30 ചെലവഴിച്ചിട്ടുണ്ട്. ബി എന്ന് പറയുന്ന പോയിന്റിൽ ₹30 ചെലവഴിച്ചിട്ടുണ്ട്. എക്കും ബിക്കും ഇടയിലുള്ള ഏത് പോയിന്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ നമ്മുടെ ഉപഭോക്താവിന് തീർച്ചയായും തൻ്റെ വരുമാനമായ ₹30 തന്നെയായിരിക്കും ചെലവ് വരിക. വെൽ, എ എന്ന് പറയുന്ന പോയിന്റിൽ നമ്മുടെ ഉപഭോക്താവ് ഗുഡ് 2 എത്ര എണ്ണം വാങ്ങിക്കുന്നുണ്ട്? 6 എണ്ണം വാങ്ങിക്കുന്നുണ്ട്. ₹5 നിരക്കിലല്ലേ വാങ്ങിക്കുന്നത്? ഒന്നിന് 5, രണ്ടിന് 10, 15, 20, 25, 6 എണ്ണത്തിന് ₹30 അവിടെ ഗുഡ് 2വിന് വേണ്ടി മാത്രം അദ്ദേഹം ചെലവഴിച്ച് കഴിഞ്ഞു. ഈ പോയിന്റിൽ, വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് പോയിന്റിൽ അദ്ദേഹത്തിന് ഗുഡ് 1 ലഭ്യമാണോ? അല്ല, അതിന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാശില്ല. ഇനി ഇദ്ദേഹം വിചാരിക്കുകയാണ്, ഒരു യൂണിറ്റ് ഗുഡ് 1 വാങ്ങട്ടെ. എങ്കിൽ അദ്ദേഹം ഗുഡ് 1ൻ്റെ വിലയായ P1 വില കൊടുക്കേണ്ടി വരും, ഇല്ലേ? P1 വിലയുടെ അത്രയും ഗുഡ് 2 അദ്ദേഹം കുറയ്ക്കണം. എങ്കിലല്ലേ അദ്ദേഹത്തിന് ഗുഡ് 1 കിട്ടുകയുള്ളൂ, അല്ലേ? ഓക്കെ. P1 വില കൊണ്ട് അദ്ദേഹത്തിന് എത്ര ഗുഡ് 2 വാങ്ങാമായിരുന്നു? P1/P2 എമൗണ്ട് ഓഫ് ഗുഡ് 2 അദ്ദേഹം കുറയ്ക്കേണ്ടി വരും. മനസ്സിലായില്ല? നോക്കിക്കോളൂ. P1 എത്രയാണ്? 10. P2 എത്രയാണ്? 5. = 2. 2 യൂണിറ്റ് ഗുഡ് 2 അദ്ദേഹം കുറച്ചെങ്കിൽ മാത്രമേ ഒരു യൂണിറ്റ് ഗുഡ് 1 അദ്ദേഹത്തിന് വാങ്ങിക്കാനായിട്ട് പറ്റുള്ളൂ. വീണ്ടും നല്ലപോലെ ശ്രദ്ധിക്കുക. ഇവിടെ 6 ഗുഡ് 2 വാങ്ങിച്ചിരുന്ന ഉപഭോക്താവ് ഇപ്പോൾ എത്രയേ വാങ്ങിക്കുന്നുള്ളൂ? 4 എണ്ണമേ വാങ്ങിക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ 6-ൽ നിന്ന് 4-ലേക്ക് 2 എണ്ണം അദ്ദേഹം ഗുഡ് 2 ഉപേക്ഷിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു യൂണിറ്റിന് ₹5 നിരക്കിൽ 2 എണ്ണം ഉപേക്ഷിച്ചപ്പോൾ അദ്ദേഹത്തിന് എത്ര രൂപ കിട്ടി? 5 + 5 ₹10 കിട്ടി. ഈ ₹10 ഉപയോഗിച്ചിട്ട് അദ്ദേഹം ഒരു യൂണിറ്റ് X1 വാങ്ങിക്കുകയാണ്. X1ൻ്റെ വില എത്രയാണ്? ഗുഡ് 1ൻ്റെ വില എത്രയാണ്? P1 = 10. Okay, therefore, if the consumer wants to buy an extra unit of good 1, when she spends the entire amount, she has to sacrifice P1/P2 quantities of good 2. ഇല്ലേ? ഒരു ഉപഭോക്താവ്
തൻ്റെ വരുമാനം മുഴുവനും വിനിയോഗിച്ചുകൊണ്ട് ഉപഭോഗം ചെയ്യുമ്പോൾ 1 യൂണിറ്റ് ഗുഡ് 1 അധികം ലഭിക്കുന്നതിനായി അദ്ദേഹം ഉപേക്ഷിക്കേണ്ടി വരുന്ന ഗുഡ് 2വിൻ്റെ അളവ് P1/P2 തുല്യമായിരിക്കും. ഇൻ അതർ വേർഡ്സ്, ദ കൺസ്യൂമർ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് 1 ഫോർ ഗുഡ് 2 at the rate of P1/P2. ഓക്കെ, ഇനി നമുക്ക് ദ ഡെറിവേഷൻ ഓഫ് ദ സ്ലോപ്പ് ഓഫ് എ ബജറ്റ് ലൈൻ, ഒരു ബജറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് എങ്ങനെ ഡിറൈവ് ചെയ്യാം എന്നത് ചർച്ച ചെയ്യാം. ഇതിനായി കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചിട്ടുള്ള ഒരു ഡയഗ്രം ഇവിടെ വരച്ചിട്ടുണ്ട്. നോക്കിക്കോളൂ. x1 x2 എന്ന് പറയുന്ന ഒരു ബണ്ടിലും x1 പ്ലസ് ഡെൽറ്റ x1 x2 പ്ലസ് ഡെൽറ്റ x2 എന്ന് പറയുന്ന മറ്റൊരു ബണ്ടിലും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി നമുക്ക് x1 x2 എന്ന് പറയുന്ന ബണ്ടിലിൻ്റെ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. എന്തായിരുന്നു? P1 x1 പ്ലസ് P2 x2 ഈസ് ഈക്വൽ ടു m. ഇതിനെ നമുക്ക് ഇക്വേഷൻ 1 എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഇവിടെ ഈ ബണ്ടിലിൻ്റെ ഇക്വേഷൻ നമുക്കൊന്ന് കാണണം. എത്ര x1 വാങ്ങിക്കുന്നുണ്ട്? x1 പ്ലസ് ഡെൽറ്റ x1. ഇതിനെ x1ൻ്റെ വില കൊണ്ട്, അതായത് P1 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് x1ൻ്റെ ചിലവ് കിട്ടും. എത്ര x2 വാങ്ങിക്കുന്നുണ്ട്? x2 പ്ലസ് ഡെൽറ്റ x2. അതിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? x2ൻ്റെ വിലയായ P2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എങ്കിൽ അതിൻ്റെ ഇക്വേഷൻ കിട്ടൂലേ? നോക്കാം. അപ്പോൾ P1 ഇൻറ്റു x1 പ്ലസ് ഡെൽറ്റ x1 പ്ലസ് P2 ഇൻറ്റു എത്രയാ? x2 പ്ലസ് ഡെൽറ്റ x2 ഈസ് ഈക്വൽ ടു m. ഓക്കെ, P1നെ x1 പ്ലസ് ഡെൽറ്റ x1 കൊണ്ട് ഗുണിച്ചു, P2നെ x2 പ്ലസ് ഡെൽറ്റ x2 കൊണ്ട് ഗുണിച്ചു. അതെന്തിന് തുല്യമായിരിക്കും? m-ന് തുല്യമായിരിക്കും. കാരണം എന്താണ്? ഈ ബണ്ടില് ബജറ്റ് ലൈനിലെ ഒരു പോയിന്റ് തന്നെയാണ്. ഓക്കെ, ഈ ഇക്വേഷനെ നമുക്ക് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. അതായത് P1നെ ഈ ടേം കൊണ്ട് ഗുണിക്കും, P2വിനെ കൊണ്ട് ഈ ടേമിനെയും ഗുണിക്കും. P1 ഇൻറ്റു x1 P1 x1 പ്ലസ് P1 ഇൻറ്റു ഡെൽറ്റ x1 P1 ഡെൽറ്റ x1 പ്ലസ് P2 ഇൻറ്റു x2 P2 x2 പ്ലസ് P2 ഇൻറ്റു ഡെൽറ്റ x2 P2 ഡെൽറ്റ x2 ഈസ് ഈക്വൽ ടു m. അല്ലേ? ഇതിനെ നമുക്ക് ഇക്വേഷൻ 2 എന്ന് എഴുതാം. ഇനി ഇക്വേഷൻ 2ൽ നിന്നും ഇക്വേഷൻ 1 കുറയ്ക്കുകയാണ്. അപ്പോൾ ഇക്വേഷൻ 1 ഇവിടേക്ക് എഴുതാം. P1 x1 പ്ലസ് P2 x2 ഈസ് ഈക്വൽ ടു m. ഇതിൽ നിന്നും ഇത് കുറയ്ക്കുകയാണ്. നോക്കിക്കോളൂ. P1 x1ഉം P1 x1ഉം ക്യാൻസൽ ചെയ്തു പോയി. P2 x2ഉം P2 x2ഉം ക്യാൻസലായി. എമ്മും എമ്മും ക്യാൻസലായി. എന്താ ഉള്ളത്? P1 ഡെൽറ്റ x1 പ്ലസ് P2 ഡെൽറ്റ x2 ഈസ് ഈക്വൽ ടു 0. ഇല്ലേ? മനസ്സിലായില്ലേ? ഈ ഇക്വേഷനെ P1 ഡെൽറ്റ x1 പ്ലസ് P2 ഡെൽറ്റ x2 ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. ഓക്കെ, P2 ഡെൽറ്റ x2 അവിടെ തന്നെ വെച്ചു. P2 ഡെൽറ്റ x2 ഈസ് ഈക്വൽ ടു 0. P1 ഡെൽറ്റ x1നെ മറുഭാഗത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ എന്തായി? മൈനസ് P1 ഡെൽറ്റ x1. ഓക്കെ, അതെന്തിന് തുല്യമാണ്? P2 ഡെൽറ്റ x2 ഈസ് ഈക്വൽ ടു മൈനസ് P1 ഡെൽറ്റ x1. അല്ലേ? ഇങ്ങോട്ട് പറയണം. ഓക്കെ, 0 മൈനസ് 1 എത്രയാ? -1. 0 മൈനസ് 2 എത്രയാ? -2. 0 മൈനസ് P1 ഡെൽറ്റ x1 എത്രയാ? മൈനസ് P1 ഡെൽറ്റ x1. ഓക്കെ ആണല്ലോ? റൈറ്റ്. അപ്പം നമുക്കെന്ത് കിട്ടി?
P2 ഡെൽറ്റ x2 ഈസ് ഈക്വൽ ടു മൈനസ് P1 ഡെൽറ്റ x1. ഈ ഇക്വേഷനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. എക്സ് ടേമിനൊക്കെ ഒരു ഭാഗത്തേക്കും പി ടേമിനൊക്കെ മറുഭാഗത്തേക്കും മാറ്റുകയാണ്. ഇവിടെ ഡെൽറ്റ x2 അവിടെ തന്നെ വെച്ചു. ഇവിടെയുള്ള ഡെൽറ്റ x1 ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പം എന്താവും? ഡിവൈഡഡ് ബൈ ഡെൽറ്റ x1 ഈസ് ഈക്വൽ ടു മൈനസ് P1 അവിടെ തന്നെ വെച്ചു. ഇവിടെയുള്ള P2 അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പം എന്താവും? ഡിവൈഡഡ് ബൈ P2. ഓക്കെ, ഇപ്പം നമുക്കെന്താ കിട്ടിയത്? ഡെൽറ്റ x2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ x1 ഈസ് ഈക്വൽ ടു മൈനസ് P1 ഡിവൈഡഡ് ബൈ P2. മൈനസ് P1 ഡിവൈഡഡ് ബൈ P2 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? ബജറ്റ് ലൈനിൻ്റെ സ്ലോപ്പാണ്, ഇല്ലേ? പ്രൈസ് റേഷ്യോ സ്റ്റാൻഡ്സ് ഫോർ the slope of the budget line, which is equal to delta x2 divided by delta x1. ഇവിടെ നോക്കുക, നാം ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് വന്നപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഡെൽറ്റ x2, അല്ലേ? ഇത്രയുമാണ് നമ്മളുടെ ഡെൽറ്റ x1. അപ്പോൾ ഡെൽറ്റ x2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ x1, ഇതല്ലേ ഇതിൻ്റെ സ്ലോപ്പ്, അല്ലേ? അപ്പോൾ ഡെൽറ്റ x2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ x1 ഈസ് ഈക്വൽ ടു മൈനസ് P1 ഡിവൈഡഡ് ബൈ P2. ദിസ് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദി ബജറ്റ് ലൈൻ. ഇനി നമ്മൾ ബജറ്റ് ലൈനിൻ്റെ ഷിഫ്റ്റാണ് പരിശോധിക്കുന്നത്. ഇവിടെ M ഈസ് ഈക്വൽ ടു 60, P1 ഈസ് ഈക്വൽ ടു 20, P2 ഈസ് ഈക്വൽ ടു 10 എന്നിങ്ങനെ നൽകിയിരിക്കുന്നു. ഈ വാല്യൂ ഉപയോഗിച്ച് നമുക്ക് ഒരു ബജറ്റ് ലൈൻ വരയ്ക്കാം. ഓക്കെ, ബജറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്താണ്? P1 x1 പ്ലസ് P2 x2 ഈസ് ഈക്വൽ ടു M. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എങ്ങനെയാണ് കാണുക? M ബൈ P1. M ബൈ P1 എന്ന് പറഞ്ഞാൽ 60/20. എത്ര ഉണ്ടായിരിക്കും? 3. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എത്ര ഉണ്ട്? 3 ആയിരിക്കും. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റോ? M ബൈ P2. 60/10. എത്ര ഉണ്ടായിരിക്കും? 6 ആയിരിക്കും. ഇതാണ് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്. ഇത് യോജിപ്പിച്ചാൽ നമുക്ക് ബജറ്റ് ലൈൻ ലഭിക്കും. ഏതാ ബജറ്റ് ലൈൻ? P1 x1. ഇവിടെ P1 എത്രയാണ്? 20 x1 പ്ലസ് P2 x2. P2 എത്രയാണ്? 10 x2 ഈസ് ഈക്വൽ ടു M. M എത്രയാണ്? 60. ഇതാണ് നമ്മുടെ ബജറ്റ് ലൈൻ, ഇല്ലേ? ഇനി ബജറ്റ് ലൈൻ്റെ ഇക്വേഷനെ നമ്മളൊരു ലീനിയർ ഫോമിലേക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ മാറ്റിയിരുന്നു. എങ്ങനെയായിരുന്നു? x2 ഈസ് ഈക്വൽ ടു M ബൈ P2 മൈനസ് P1 ഡിവൈഡഡ് ബൈ P2 ഇൻറ്റു x1, ഇല്ലേ? ഇതിൽ M ബൈ P2 വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ആണ്, മൈനസ് P1 ബൈ P2 എന്താണ്? സ്ലോപ്പാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഓക്കെ, ഇനി ഇവിടെ നമ്മുടെ M എത്രയാണ്? 60 P2 എത്രയാണ്? 10 മൈനസ് P1 എത്രയാണ്? 20 ഡിവൈഡഡ് ബൈ P2 എത്രയാണ്? 10. അപ്പോൾ നമ്മളുടെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 60/10 എത്രയാണ്? 6 ആയിരിക്കും. നമ്മളുടെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എത്രയാണ്? 6. സ്ലോപ്പ് ഇവിടെ എത്രയാണ്? മൈനസ് 20/10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് 2, അതായത് 2. ഈ ബജറ്റ് ലൈൻ്റെ സ്ലോപ്പ് എത്രയാണ്? 2. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം വളരെയധികം ശ്രദ്ധിച്ചു നോക്കാം. ശ്രദ്ധിച്ചോളൂ, നമ്മുടെ ഉപഭോക്താവിൻ്റെ വരുമാനം 60 തന്നെയാണ്, P2 10 തന്നെയാണ്. ഇത് രണ്ടിലും യാതൊരു മാറ്റവുമില്ല. എന്നാൽ P1 20 നിന്നും 30 വർദ്ധിച്ചിട്ടുണ്ട്. അപ്പം P1 നമ്മൾ 30 വർദ്ധിച്ചത് കൊണ്ട് അതിനെ P-1 എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഈ ഒരു അവസ്ഥയിൽ ബജറ്റ് ലൈനിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത്? ഇതാണ് നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ,
ഇദ്ദേഹത്തിൻ്റെ ബജറ്റ് ലൈൻ്റെ ഇക്വേഷൻ ഇപ്പോൾ എന്താകും? P1 dash x1 plus P2 x2 is equal to M ഇല്ലേ? P-1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30x1 പ്ലസ് P2 എത്രയാണ്? 10x2 is equal to 60 ഇല്ലേ? ഇനി ഇതിനെ ലീനിയർ ഫോമിലേക്ക് എഴുതുകയാണെങ്കിൽ x2 is equal to M by P2 minus P1 dash divided by P2 into x1 എന്നല്ലേ എഴുതുക? അല്ലേ? ഇവിടെ എത്രയാണ്? ഈസ് ഈക്വൽ ടു 60/10 മൈനസ് 30/P2 എത്രയാണ്? 10 ഇൻറ്റു x1 ഇല്ലേ? 60/10 M/P2 60/10 എത്രയാണ്? 6. നമ്മളുടെ വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ഈ പുതിയ അവസ്ഥയിലും എത്ര തന്നെയായിരിക്കും? 6 തന്നെ ആയിരിക്കും. എന്നാൽ സ്ലോപ്പ് നേരത്തെ നമ്മൾ 20/10 ഈസിക്കൽ ടു നമുക്ക് 2 കിട്ടിയിരുന്നു. പക്ഷേ ഇവിടെ P1 പകരം P-1 ആയി മാറി, 20 പകരം 30 ആയി മാറി. അപ്പോൾ P-1/P2 എന്ന് പറഞ്ഞാൽ 30/10 ഈസിക്കൽ എത്ര ഉണ്ടായിരിക്കും? -3 അല്ലെങ്കിൽ 3 ആയിരിക്കും ഇല്ലേ? ഒക്കെ നമ്മുടെ സ്ലോപ്പ് എന്തായിട്ടുണ്ട്? മാറിയിട്ടുണ്ട്. ഇവിടെ നമ്മളുടെ വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? M/P2 60/P2 10 എത്രയാണ്? 6 തന്നെയാണ്. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റോ M/P-1. അപ്പം M/P-1 ആണ് നമ്മളുടെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ 60/30 ആണ്. എത്ര കിട്ടും? 2 കിട്ടും. നമ്മളുടെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എത്രയാണ് ഇവിടെ? 2 ആണ്. അപ്പോൾ 6, 2 ഇതാണ് നമ്മളുടെ പുതിയ ബജറ്റ് ലൈൻ. വില P1 നിന്നും P-1 ആയി മാറിയപ്പോൾ വില ഗുഡ് 1ൻ്റെ വില 20 നിന്നും 30 ആയി മാറിയപ്പോൾ നമ്മളുടെ ബജറ്റ് ലൈൻ ഈ ഒരു പുതിയ രൂപം പ്രാപിക്കുന്നു. ഓക്കെ, ശ്രദ്ധിക്കുക. നമ്മുടെ P1 20 നിന്നും P1 ഡാഷായി, അതായത് 30 രൂപയായി മാറിയപ്പോൾ ബജറ്റ് ലൈനിൻ്റെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് 3 നിന്നും എത്രയായി കുറഞ്ഞു? 2 ആയി കുറഞ്ഞു. എന്ന് വെച്ചാൽ ഗുഡ് 1ൻ്റെ വില വർദ്ധിക്കുകയാണെങ്കിൽ, P1 വർദ്ധിക്കുകയാണെങ്കിൽ ബജറ്റ് ലൈൻ ഒറിജിനിൻ്റെ അടുത്തേക്ക് തെന്നി മാറും ഇല്ലേ? കാരണം എന്താണ്? വില കൂടിയാൽ, ഗുഡ് 1ൻ്റെ വില കൂടിയാൽ നമുക്ക് നേരത്തെ വാങ്ങിച്ചതിൻ്റെ അത്രയും വാങ്ങിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ നോക്കുക. ഗുഡ് 1ൻ്റെ വില കുറഞ്ഞിട്ടുണ്ടെങ്കിലോ? ഗുഡ് 1ൻ്റെ വില കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ വാങ്ങിച്ചതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഗുഡ് 2ൻ്റെ വിലയിൽ P2 യാതൊരു മാറ്റമില്ല എങ്കിൽ ഷിഫ്റ്റ് എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും. കുറഞ്ഞാൽ ഒറിജിനിൽ നിന്നും അകലും, വില കൂടിയാൽ ഒറിജിനിൻ്റെ അടുത്തേക്ക് അടുക്കും. ഓക്കെ, ഇനി നിങ്ങൾ പറയണം. നോക്കിക്കോളൂ, ഇതാണ് നമ്മളുടെ ബജറ്റ് ലൈൻ. P1 മാറ്റമൊന്നുമില്ല, M മാറ്റമൊന്നുമില്ല, P2 വർദ്ധിച്ചു. എന്തായിരിക്കും ബജറ്റ് ലൈനിൽ വരുന്ന മാറ്റം? അതെ, P2 വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ വാങ്ങിയ അത്രയും ഗുഡ് 2 നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. നമ്മുടെ മാറ്റം ഇങ്ങനെയായിരിക്കും ഇല്ലേ? ഒറിജിനിൻ്റെ അടുത്തേക്ക് അടുത്തു. ഇനി P1 മാറിയിട്ടില്ല, അതുകൊണ്ട് ഈ ആക്സിസിൽ യാതൊരു മാറ്റവും ഇല്ല. ഓക്കെ, ഇനി P2 കുറഞ്ഞു എന്ന് വിചാരിക്കുക. എങ്കിലോ P2 കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ബജറ്റ് ലൈനേക്കാളും കൂടുതലായിട്ട് നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾക്ക് ഈ തരത്തിലുള്ള ഒരു ചരിവായിരിക്കും ലഭിക്കുന്നത്. റൈറ്റ്, ഇനി നമുക്ക് മറ്റൊരു കേസ് പരിശോധിക്കാം.
ഓക്കെ, എം ഈസ് ഇക്വൽ ടു 60, P1 ഈസ് ഇക്വൽ ടു 20, P2 ഈസ് ഇക്വൽ ടു 10. അതുപ്രകാരം നമ്മളുടെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് 3ഉം വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് 6ഉമായിട്ടുള്ള ഒരു ബജറ്റ് ലൈൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മുടെ P1ഉം P2ഉം മാറുന്നില്ല. P1 എത്ര തന്നെയാണ്? 20 തന്നെയാണ്. P2 എത്ര തന്നെയാണ്? 10 തന്നെയാണ്. എന്നാൽ M 60-ൽ നിന്നും കൂടി 80 മാറി എന്ന് വെച്ചോളൂ. ഇതിനെ നമുക്ക് M' എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 60 രൂപ നമ്മുടെ M ആയിരുന്നപ്പോൾ P1 x1 പ്ലസ് P2 x2 ഈസ് ഈക്വൽ ടു M ആയിരുന്നു ഇല്ലേ? x2 ഈസ് ഈക്വൽ ടു M ബൈ P2 മൈനസ് P1 ബൈ P2 ഇൻറ്റു x1 ആയിരുന്നു. ഓക്കെ, ഇത് നമ്മുടെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ആണ്, ഇത് നമ്മുടെ സ്ലോപ്പാണ്. ശരിയാണല്ലോ? വാല്യൂ കൊടുക്കുകയാണെങ്കിൽ M ഈസ് ഈക്വൽ ടു 60 ബൈ P2 എത്രയാണ്? 10 മൈനസ് P1 എത്രയാണ്? 20 ബൈ P2 10 x1 ഇല്ലേ? ഇവിടെ നമുക്ക് എത്ര കിട്ടും? 6 കിട്ടും. ഇവിടെ സ്ലോപ്പ് എത്ര കിട്ടും? 2 കിട്ടും. ഇതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. റൈറ്റ്. ഇനി നമുക്ക് M' ആയി മാറിയപ്പോൾ 60-ൽ നിന്നും 80 മാറിയപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറുന്നു? P1 x1 പ്ലസ് P2 x2 ഈസ് ഈക്വൽ ടു M' ഇല്ലേ? P1 എത്രയാണ്? 20 x1 പ്ലസ് 10 x2 ഈസ് ഈക്വൽ ടു 80 എന്നായിട്ട് മാറും. അപ്പോൾ x2 ഈസ് ഈക്വൽ ടു എന്തായിട്ട് മാറും? M' ഡിവൈഡഡ് ബൈ P2 മൈനസ് P1 ബൈ P2 ഇൻറ്റു x1 അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു M' പകരം 80 ബൈ P2 10 മൈനസ് P1 എത്രയാ? 20 ബൈ P2 എത്രയാ? 10 ഇൻറ്റു x1 ഇല്ലേ? ഇവിടെ എത്ര കിട്ടും? 80 ബൈ 10 8 കിട്ടും. നമ്മളുടെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? 6-ന് പകരം 8 മാറിയിട്ടുണ്ട് അല്ലേ? ഇവിടെ നേരത്തെ എത്ര കിട്ടിയത്? M ബൈ P2 ആണ് കിട്ടിയത്. നമ്മളുടെ M ഈസ് ഈക്വൽ ടു 60 ആയിരുന്നപ്പോൾ നമ്മളുടെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് M ബൈ P2 ആണ്, അതായത് 60 ബൈ 10 ആണ്. എന്നാൽ M 60-ൽ നിന്നും 80 M' ആയി മാറിയപ്പോൾ നമ്മളുടെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്തായി? M ബൈ P2-വിന് പകരം M' ബൈ P2 ആയി മാറി. എന്ന് വെച്ചാൽ 80 ബൈ 10 ഈസ് ഈക്വൽ ടു 8 ആയി മാറി. ഇതാണ് നമ്മളുടെ പുതിയ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്. 6-ന് പകരം എത്രയായി? 8 ആയി മാറി. സ്ലോപ്പ് ഇവിടെ എത്രയാണ്? മൈനസ് P1 ബൈ P2. ഇവിടെയും എത്ര തന്നെയാണ്? മൈനസ് P1 ബൈ P2. സ്ലോപ്പിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഗുഡ് 1-ൻ്റെ വിലയിൽ ഗുഡ് 2-ൻ്റെ വിലയിൽ വല്ല മാറ്റവും സംഭവിച്ചിട്ടുണ്ടോ? P1-ലും P2-ലും യാതൊരു തരത്തിലുള്ള മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇല്ല എങ്കിൽ നമ്മളുടെ പ്രൈസ് റേഷ്യോയിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇല്ല എങ്കിൽ മൈനസ് P1 ബൈ P2-വിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇല്ല എങ്കിൽ സ്ലോപ്പിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഓക്കെ, സ്ലോപ്പിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പക്ഷേ നമ്മളുടെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ഉയർന്നിട്ടുണ്ട്. ഈ ഒരു പോയിന്റിൽ നിന്നും 8 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഇതേ സ്ലോപ്പിൽ നമ്മൾ വരയ്ക്കുകയാണ് എങ്കിൽ നമുക്ക് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും വർദ്ധിച്ചതായിട്ട് കാണാം ഇല്ലേ? അപ്പോൾ നമ്മുടെ ബജറ്റ് ലൈൻ നേരത്തെയുള്ള ബജറ്റ് ലൈന് സമാന്തരമായിട്ട് മുകളിലേക്ക് തെന്നി മാറിയതായിട്ട് കാണാം. എന്ത് സംഭവിച്ചപ്പോൾ? M ഇൻക്രീസ് ചെയ്തപ്പോൾ. ഓക്കെ, P1-ലും P2-വിലും യാതൊരു മാറ്റവുമില്ലാതെ ഉപഭോക്താവിൻ്റെ വരുമാനം കുറയുകയാണ് എങ്കിൽ ബജറ്റ് ലൈൻ
താഴോട്ട് ഷിഫ്റ്റ് ചെയ്യും. സ്ലോപ്പിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. പരീക്ഷയ്ക്ക് വളരെ പ്രാധാന്യമുള്ള, മിക്കവാറും 4 മാർക്കിന് പല തവണ ചോദിച്ചിട്ടുള്ള ഒരു പാഠഭാഗമാണ് ഇനി നാം ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ദി കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം, അല്ലെങ്കിൽ ദി ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് എ കൺസ്യൂമർ, ഒരു ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ. ലളിതമായിട്ട് പറയുകയാണെങ്കിൽ മാറ്റമില്ലാത്ത അവസ്ഥയെ നമുക്ക് സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം എന്ന് പറയാം. ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പരമാവധി സംതൃപ്തി ലഭിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും അദ്ദേഹം ഒരു മാറ്റം ആഗ്രഹിക്കില്ല, ഇല്ലേ? ഏറ്റവും കൂടുതൽ സംതൃപ്തി ലഭിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും മാറാനായിട്ട് ആരെങ്കിലും ആഗ്രഹിക്കുമോ? ഇല്ല. എങ്കിൽ ഒരു ഉപഭോക്താവിന് പരമാവധി സംതൃപ്തി ലഭിക്കുന്ന അവസ്ഥയെ നമുക്ക് ഒരു ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ എന്ന് വിളിക്കാം, ഇല്ലേ? അപ്പോൾ ബൈ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം വി മീൻ മാക്സിമൈസേഷൻ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ. J.R. ഹിക്സ് തൻ്റെ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് പ്രകാരം ഒരു ഉപഭോക്താവ് എങ്ങനെയാണ് തനിക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തി നൽകുന്ന ബണ്ടില് തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ ആ ബണ്ടിലിനോടുള്ള അദ്ദേഹത്തിൻ്റെ മൊണോട്ടോണിക് പ്രിഫറൻസ് വിശദീകരിക്കുകയാണ് ഇവിടെ. ഓക്കെ. ഒരു ഗ്രാഫിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഇത് കൂടുതലായിട്ട് വ്യക്തമാക്കാം. എക്സ് അക്ഷത്തിൽ ഗുഡ് 1ഉം വൈ അക്ഷത്തിൽ ഗുഡ് 2ഉമാണ് നാം അളക്കുന്നത്. എ ബി എന്ന് പറയുന്നത് നമ്മുടെ ബജറ്റ് ലൈനാണ്, അല്ലെങ്കിൽ പ്രൈസ് ലൈനാണ്. ഓക്കെ. എ ഒ ബി എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ, ഈ ത്രികോണം സൂചിപ്പിക്കുന്നത് ഒരു ഉപഭോക്താവിൻ്റെ ബജറ്റ് സെറ്റാണ്. ഈ ലൈനിന് മുകളിലോ അതിന് താഴെയോ ഉള്ള ഏത് ബണ്ടിലും നമ്മുടെ ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ലഭ്യമാണ്. എ ബി എന്ന് പറയുന്ന ലൈനിൽ ഒരു ഉപഭോക്താവ് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വരുമാനം മുഴുവനും അവിടെ വിനിയോഗിക്കപ്പെടും. നാം പഠിച്ചു കഴിഞ്ഞതാണ്, അല്ലേ? നമ്മുടെ ഡയഗ്രത്തിൽ ഒരു ഇൻഡിഫറൻസ് മാപ്പ് കൂടി വരച്ചിട്ടുണ്ട്. അതായത് ഒന്നിൽ കൂടുതൽ ഇൻഡിഫറൻസ് കർവുകൾ അവിടെ വരച്ചിട്ടുണ്ട്. എ ഫാമിലി ഓഫ് ഇൻഡിഫറൻസ് കർവ്സ് ആൾറെഡി ഡ്രോൺ ദർ. ഏതൊക്കെയാണവ? IC1, IC2 ആൻഡ് IC3. ഒരു ഇൻഡിഫറൻസ് കർവ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഒരു ഉപഭോക്താവിൻ്റെ പ്രിഫറൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ താല്പര്യത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഏറ്റവും ഉയർന്ന താല്പര്യം അദ്ദേഹത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം IC3 എന്ന് പറയുന്ന നിസ്സംഗത വക്രത്തോടായിരിക്കും. അതിനേക്കാൾ കുറഞ്ഞ താല്പര്യം മാത്രമേ IC2 എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവിനോട് അദ്ദേഹത്തിന് ഉള്ളൂ. ഏറ്റവും കുറഞ്ഞ താല്പര്യം, പ്രിഫറൻസ് മാത്രമേ IC1 എന്ന് പറയുന്ന ഏറ്റവും താഴെയുള്ള ഇൻഡിഫറൻസ് കർവിനോട് നമ്മുടെ ഉപഭോക്താവിന് ഉള്ളൂ, ഇല്ലേ? ഇനി നോക്കുക, നമ്മുടെ ഉപഭോക്താവ് ഈ പോയിന്റിൽ, ഇതിന് ഞാൻ K എന്ന് പേര് കൊടുക്കുന്നു, ഈ പോയിന്റിലാണ് ഉള്ളതെന്ന് വെച്ചോളൂ. എങ്കിൽ ഇദ്ദേഹം ബജറ്റ് ലൈൻ AB എന്ന് പറയുന്ന ലൈനിലെ ഒരു പോയിന്റിലാണ് ഉള്ളത്. K എന്ന് പറയുന്ന പോയിന്റ് AB എന്ന് പറയുന്ന ബജറ്റ് ലൈനിലെ ഒരു പോയിന്റാണ്. K എന്ന് പറയുന്ന പോയിന്റ് നമ്മുടെ ഏറ്റവും താഴ്ന്ന ഇൻഡിഫറൻസ് കർവ IC1ലെ ഒരു പോയിന്റ് തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ വരുമാനം മുഴുവൻ ചെലവഴിച്ചുകൊണ്ട്, കാരണം K എന്ന് പറയുന്നത് AB എന്ന് പറയുന്ന ലൈനിലെ പോയിന്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് വരുമാനം മുഴുവനും അവിടെ ചെലവഴിക്കും. എന്നിട്ട് അദ്ദേഹത്തിന് ലഭിക്കുന്ന സംതൃപ്തി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറവായിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും താഴ്ന്ന പ്രിഫറൻസ് നൽകിയിട്ടുള്ള ഇൻഡിഫറൻസ് കർവിലെ ഒരു ബണ്ടിലായിരിക്കും K എന്ന് പറയുന്ന ബണ്ടിൽ പോയിന്റ് സൂചിപ്പിക്കുന്നത്. ശരിയാണല്ലോ? ഇനി നമുക്ക് മറ്റൊരു പോയിന്റ് പരിശോധിക്കാം. ഇവിടെ ഞാൻ L എന്ന് പറയുന്ന മറ്റൊരു പോയിന്റ് അടയാളപ്പെടുത്തിയിരിക്കുന്നു. ശ്രദ്ധിച്ചു നോക്കൂ, L എന്ന് പറയുന്നതും നമ്മുടെ ബജറ്റ് ലൈനിൻ്റെ ഒരു പോയിന്റ് തന്നെയാണ്.
എങ്കിൽ എൽ എന്ന് പറയുന്ന പോയിന്റിലും അദ്ദേഹം തൻ്റെ വരുമാനം മുഴുവനും ചെലവഴിക്കും. ഏതിലെ പോലെ? കെ എന്ന് പറയുന്ന പോയിന്റിലെ പോലെ തന്നെ. എൽ എന്ന് പറയുന്ന പോയിന്റ് നമ്മുടെ ഇൻഡിഫറൻസ് കർവ് IC1 ഒരു പോയിന്റ് കൂടിയാണ്. എങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന സംതൃപ്തി ഏറ്റവും കുറവായിരിക്കും. കാരണം ഏറ്റവും താഴ്ന്ന പ്രിഫറൻസ് മാത്രമാണ് അദ്ദേഹം IC1 നൽകിയിരിക്കുന്നത്. ശരിയല്ലേ? ഇനി നിങ്ങൾ നോക്കുക, മറ്റൊരു പോയിന്റ് ഇവിടെ അടയാളപ്പെടുത്താൻ പോവുകയാണ്. ഇ എന്ന് പറയുന്ന പോയിന്റ്. ഇ എന്ന് പറയുന്ന പോയിന്റിന്റെ പ്രത്യേകത എന്താണ്? നല്ലപോലെ ശ്രദ്ധിച്ചു നോക്കൂ. ഇ എന്ന് പറയുന്ന പോയിന്റിൽ നമ്മുടെ ബജറ്റ് ലൈനും നമ്മളുടെ ഇൻഡിഫറൻസ് കർവ് IC2 പരസ്പരം സ്പർശിച്ചിരിക്കുകയാണ്. ഇത് ബജറ്റ് ലൈനിൻ്റെയും ഇൻഡിഫറൻസ് കർവിൻ്റെയും ടാൻജന്റ് പോയിന്റ് ആണ്, സ്പർശിച്ചിട്ടുള്ള പോയിന്റ് ആണ് ഇ എന്ന് പറയുന്ന പോയിന്റ്. ഇ എന്ന് പറയുന്ന പോയിന്റ് നമ്മുടെ പ്രൈസ് ലൈനായ, നമ്മുടെ ബജറ്റ് ലൈനായ AB എന്ന് പറയുന്ന ലൈനിലെ ഒരു പോയിന്റ് തന്നെയാണ്, അല്ലേ? എങ്കിൽ അദ്ദേഹത്തിൻ്റെ വരുമാനം മുഴുവനും അവിടെ വിനിയോഗിച്ച് കഴിഞ്ഞിരിക്കും. ഉറപ്പല്ലേ? കാരണം ഇ എന്ന് പറയുന്നത് നമ്മുടെ ബജറ്റ് ലൈനിലെ ഒരു പോയിന്റാണ്. ഇനി നോക്കുക, ഇ എന്ന് പറയുന്ന പോയിന്റ് നമ്മുടെ ഉയർന്ന ഇൻഡിഫറൻസ് കർവായ IC2 ഒരു പോയിന്റ് കൂടിയാണ്, അല്ലേ? എങ്കിൽ ഒരേ സംഖ്യ കെയിലും എല്ലിലും അദ്ദേഹം ചെലവഴിച്ച അതേ സംഖ്യയാണ് പോയിന്റ് ഇയിലും അദ്ദേഹം ചെലവഴിക്കുന്നത്. എന്നാൽ ഇ എന്ന് പറയുന്ന പോയിന്റിൽ ഇദ്ദേഹത്തിന് ഒരു ഉയർന്ന ഇൻഡിഫറൻസ് കർവിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റിയിട്ടുണ്ട്. എങ്കിൽ അദ്ദേഹത്തിന് കെ എന്ന് പറയുന്ന ബിന്ദുവിനേക്കാളും എൽ എന്ന് പറയുന്ന ബിന്ദുവിനേക്കാളും ഉയർന്ന സംതൃപ്തി അദ്ദേഹത്തിന് ഇ എന്ന് പറയുന്ന പോയിന്റിൽ ലഭിച്ചിരിക്കും. ഉറപ്പല്ലേ? നോക്കുക, ഇ എന്ന് പറയുന്ന പോയിന്റിൽ ഇദ്ദേഹം OX1 എമൗണ്ട് ഓഫ് ഗുഡ് 1ഉം OX2 എമൗണ്ട് ഓഫ് ഗുഡ് 2ഉം വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഉയർന്ന ഇൻഡിഫറൻസ് കർവായ IC2 എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. എങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച, ഏറ്റവും സംതൃപ്തി നൽകുന്ന ഒരു പോയിന്റാണ് ഏത്? നമ്മുടെ ഇ എന്ന് പറയുന്ന ഈ ഇക്വിലിബ്രിയം പോയിന്റ്. കാരണം അവിടെയാണ് നമ്മുടെ ഉപഭോക്താവിന് ഏറ്റവും കൂടുതൽ സംതൃപ്തി ലഭിക്കുന്നത്, പരമാവധി സംതൃപ്തി ലഭിക്കുന്നത്, അല്ലേ? ബജറ്റ് ലൈനിൻ്റെ മുകളിലുള്ള ഒരു ഇൻഡിഫറൻസ് കർവാണ് IC3. ഇത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വാങ്ങാനുള്ള ശേഷിയില്ല, കഴിവില്ല, പണമില്ല. അതുകൊണ്ട് IC3 എന്ന നിസ്സംഗത വക്രത്തെ നമുക്ക് വിട്ടേക്കാം. ഇ എന്ന് പറയുന്ന ഈ ബണ്ടിലിൽ ഇദ്ദേഹത്തിൻ്റെ ബജറ്റ് ലൈനിൻ്റെ ചരിവും ഇൻഡിഫറൻസ് കർവ് IC2 ചരിവും തുല്യമാണ്. അതുകൊണ്ടല്ലേ അത് ടാൻജൻ്റ് ആയിരിക്കുന്നത്, അത് സ്പർശിച്ച് പോയിരിക്കുന്നത്. ഒരു പ്രത്യേക ബിന്ദുവിൽ മാത്രമല്ലേ സ്പർശിക്കുള്ളൂ, അല്ലേ? എങ്കിൽ ഈ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും അല്പമൊന്ന് മാറിയിട്ടുണ്ട് എങ്കിൽ നമ്മളുടെ ബജറ്റ് ലൈനിന് പുറമേ ആകും. അല്പമൊന്ന് മാറിയിട്ടുണ്ട് എങ്കിൽ ബജറ്റ് ലൈനിൻ്റെ ഉള്ളിലാകും. പുറമേ ആയാലും നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റില്ല, ഉള്ളിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞ സംതൃപ്തി മാത്രമേ ലഭിക്കുകയുള്ളൂ. എങ്കിൽ ഇ എന്ന് പറയുന്ന ഒരേ ഒരു പോയിന്റ് മാത്രമാണ് ഇവിടെ കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പരമാവധി സംതൃപ്തി നൽകുന്ന പോയിന്റ്. എങ്കിൽ ഈ പോയിന്റിനെ നമുക്ക് കൺസ്യൂമറുടെ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് വിളിക്കാം. ഇനി ഒരു ഉപഭോക്താവിന് പരമാവധി സംതൃപ്തി ലഭിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ തൃപ്തിപ്പെടേണ്ടിയിരിക്കുന്നു, സാറ്റിസ്ഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു? അതെ, ബജറ്റ് ലൈനിൻ്റെ ചരിവ് എന്തായിരുന്നു? ഡെൽറ്റ X2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ X1 വിച്ച് ഈസ് ഈക്വൽ ടു ഇൻഡിഫറൻസ് കർവിൻ്റെ ചരിവ് എന്തായിരുന്നു? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് P1 ഡിവൈഡഡ് ബൈ P2. മൈനസ് P1 ഡിവൈഡഡ് ബൈ P2 എന്തിൻ്റെ ചരിവാണ്? പ്രൈസ് റേഷ്യോ ഓഫ് ദി കമ്മോഡിറ്റീസ്. അതെ, ബജറ്റ് ലൈനിൻ്റെ ചരിവാണ്. ഇതാണ് നമ്മളുടെ ഇക്വിലിബ്രിയം പോയിന്റിൽ കാണാവുന്ന സവിശേഷത.
When the slope of the budget line and the slope of the indifference curve become equal, the consumer will be in equilibrium position. So this point is called the consumer's equilibrium position. At this point, the satisfaction of the consumer will be maximized. Okay. ബജറ്റ് ലൈനിൻ്റെ ചരിവും നിസ്സംഗതാ വക്രത്തിൻ്റെ ചരിവും തുല്യമാകുന്ന ബിന്ദുവിൽ ഒരു ഉപഭോക്താവിൻ്റെ സംതൃപ്തിയുടെ അളവ് പരമാവധിയായിരിക്കും. ഈ അവസ്ഥയെ നമുക്ക് ഒരു ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ എന്ന് വിളിക്കാം. ഇതുവരെ എന്നെ കേട്ടിരുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.